നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പുത്തൂർ സെന്റർ റോഡ് വികസനം, പാല നിർമ്മാണം എന്നിവയുടെ സംഘാടക സമിതി യോഗം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്തിലെ കല്യാണ മണ്ഡപം അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ യോഗം സംഘടിപ്പിച്ചു. തൃശൂരിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. ആക്സിന്റെ 1 വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് 22-ന് ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. കുട്ടനെല്ലൂർ മുതൽ പയ്യമ്പിളി മൂല വരെയുള്ള മോഡൽ റോഡിന്റെയും പുത്തൂരിൽ നിലവിലുള്ള പാലത്തിന് സമാന്തരമായുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഡിസംബർ 7-ന് നടക്കും. സ്ഥലം MLA-യും റവന്യൂ മന്ത്രിയുമായ കെ രാജന്റെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. കുട്ടനെല്ലൂർ ഓവർബ്രിഡ്ജ് മുതൽ പയ്യമ്പിളി മൂല വരെ അളന്ന് തിട്ടപ്പെടുത്തി റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയിലെ 400-ലേറെ സ്ഥാപനങ്ങളുടെ കൈവശം ഏറ്റെടുത്ത് പൊതുമരാമത്ത് വകുപ്പിനെ കൈമാറിയിരുന്നു. ഇതിൽ 223 സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് MSDC വഴി ടെൻഡർ അയച്ചു. ബാക്കിയുള്ള മുഴുവൻ കെട്ടിടങ്ങളും പൊളിക്കുന്നത് സ്പോട്ട് ടെൻഡർ നടപടികളിലൂടെയാണ്. ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി പ്രത്യേക ഉത്തരവ് പ്രകാരം അനുവാദം നൽകിയിട്ടുണ്ട്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ ഉടനെ പൂർത്തിയാക്കും. റോഡിന്റെ നിർമ്മാണം ജാസ്മിൻ കൺസ്ട്രക്ഷൻസും പാലത്തിന്റെ നിർമ്മാണം KVJ കൺസ്ട്രക്ഷൻസുമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഉദ്ഘാടന പരിപാടി വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുവാൻ പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ യോഗം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. റോഡിന്റെയും പാലത്തിന്റെയും നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ പുത്തൂർ സെന്റർ പുതിയ ടൗണായി വികസിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള യാത്ര കൂടി സുഗമമാവും. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS സജിത്, ലിബി വർഗീസ്, നളിനി വിശ്വംഭരൻ, പുത്തൂർ ഫൊറോന പള്ളി വികാരി ഫാദർ ജോജു പനക്കൽ, പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ജനറൽ കൺവീനറുമായ സംഘാടക സമിതിയും 5 സബ് കമ്മിറ്റികളും യോഗത്തിൽ തെരഞ്ഞെടുത്തു. വർക്ക്ഷോപ്പിലൂടെ വിവിധ മേഖലകളിലെ ആനുവൽ ഷിഫ്റ്റിംഗിൽ വിദഗ്ധരായ ആളുകൾ പറഞ്ഞു. അതനുസരിച്ച് തുടർച്ചയായ ട്രെയിനിങ് നടത്തി തൃശ്ശൂരിലെ മൃഗശാലയിൽ സമയമെടുത്താണെങ്കിലും അവിടെയുള്ള ആളുകൾ തന്നെ പ്രത്യേകമായി തയ്യാറാക്കിയ കൂട്ടിലേക്ക് കയറുന്ന സ്ഥിതി ഉണ്ടാക്കി ബഹളങ്ങളില്ലാതെ സുവോളജിക്കൽ പാർക്കിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേകമായി തയ്യാറാക്കിയ കൗളിലേക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ഇറക്കി. നടത്തറ പഞ്ചായത്തിലെ പൂച്ചട്ടി കല്യാണ മണ്ഡപം അടച്ചുപൂട്ടിയ പഞ്ചായത്ത് അധികാരികളുടെ നടപടിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചട്ടി കല്യാണ മണ്ഡപ പരിസരത്താണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജേക്കബ് പോളിന്റെ അധ്യക്ഷതയിൽ നടത്തിയ പരിപാടി പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയം പോലെ തന്നെയാണ് നടത്തറ പഞ്ചായത്തിലും നിലവിലെ അവസ്ഥയെന്നും ഇതിനുള്ള 2 ഉദാഹരണങ്ങളാണ് ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയാത്ത ശ്രീധരി പാലവും പൂച്ചട്ടി കല്യാണ മണ്ഡപവും. നിലവിലെ കല്യാണ മണ്ഡപം അടച്ചുപൂട്ടിയത് പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KN വിജയകുമാർ പറഞ്ഞു. നേതാക്കളായ ML ബേബി, ബിന്ദു കാട്ടുങ്കൽ, ES അനിരുദ്ധൻ, ജിത്ത് ചാക്കോ, മിനി വിനോദ്, ജെയ്സൺ പുലിയിളക്കൽ, ജോയ് കുളങ്ങര, TK ശശികുമാർ, TP മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ട് ഇപ്പോൾ 8 വർഷം പിന്നിടുകയാണ്. 8 വർഷം പിന്നിട്ടതിന് ശേഷവും പരിശോധിക്കുമ്പോൾ ഒരു 10 ലക്ഷം രൂപ പോലും ചിലവഴിക്കാത്ത ഒരു അസ്ഥികൂടമായിട്ട് പുതിയ കല്യാണ മണ്ഡപം നിൽക്കുന്നു.
പുതിയ കല്യാണ മണ്ഡപത്തിൻ്റെ പണി നടക്കട്ടെ. എന്നാൽ അതിനപ്പുറത്ത് നിലവിലുള്ള കല്യാണ മണ്ഡപം ജനങ്ങൾക്ക് ലഭ്യമാകാവുന്ന തരത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ നമുക്കറിയാം, ഒരു പരിപാടിക്ക് ഇന്ന് പാവപ്പെട്ടവർ 1 ലക്ഷത്തിലധികം രൂപ ഒരു കല്യാണ മണ്ഡപം വാടകയ്ക്ക് എടുക്കുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉള്ളപ്പോൾ 5000 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒരു സർവീസ് ഗ്രാമപഞ്ചായത്ത് നിർത്തിവെക്കുകയും തൊട്ടപ്പുറത്ത് പണി നടക്കുന്നു എന്നുള്ള രീതിയിൽ 8 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ 8 വർഷത്തിനടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ കുറച്ച് നിർമ്മാണ പ്രവൃത്തി മാത്രമാണ് ആ പ്രദേശത്തെ കല്യാണ മണ്ഡപവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ളത്. ഈ തരത്തിൽ പോയാൽ നിലവിലുള്ള കല്യാണ മണ്ഡപത്തിൻ്റെ സർവീസ് നിർത്തുകയും അതോടൊപ്പം പുതിയത് നിർമ്മിക്കുന്നതിന് കാലവിളംബം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്നത്. നമുക്കറിയാം, പഞ്ചായത്തിൻ്റെ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പകൽ വീട് പോലെയുള്ള പകൽ കൊള്ളകൾ ഈ ഭരണസമിതി നടത്തി മുന്നോട്ട് പോവുകയാണ്. ഈ പഞ്ചായത്തിലെ റോഡുകളൊക്കെ താറുമാറായി കിടക്കുകയാണ്. ശ്രീധരി പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഈ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ 8 വർഷത്തിലധികമായി. ഇരുഭാഗങ്ങളും ബന്ധപ്പെടുത്താത്ത രീതിയിൽ നിലവിലുണ്ടായിരുന്ന പാലം പൊളിച്ചു കളയുകയും ഇരുഭാഗവും ബന്ധിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ നിർമ്മാണ പ്രവൃത്തികളുമായിട്ട് പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികളുമായിട്ട് ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഏതു തരത്തിൽ പരിശോധിക്കുമ്പോഴും നമ്മുടെ പ്രദേശത്തെ വികസനത്തെ കൊണ്ടുപോകുന്നതിന് പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോകുന്നു. ആ സമയത്താണ് കൃത്യമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദൗത്യം എന്നുള്ള രീതിയിൽ, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയുടെ ദൗത്യം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ പ്രതിഷേധിക്കുന്നു. തുടർന്നും ശക്തമായിട്ടുള്ള സമരങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒളക്കര ആദിവാസി ഊരിൽ താമസിക്കുന്നവരുടെ ഭൂപ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നിയമപരമായ എല്ലാ ഇടപെടലുകളും സർക്കാർ നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വനഭൂമിയിൽ ആദിവാസികൾക്ക് പട്ടയം അനുവദിക്കുന്നതിനെ തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഒഴിവാക്കുന്നതിന് ആവശ്യമെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒളക്കര നിവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് തങ്ങൾ ജീവിക്കുന്ന ഭൂമിയുടെ അവകാശം ലഭിക്കുക എന്നത്. വനം വകുപ്പിന്റെ ചട്ടങ്ങളും നിലപാടുകളുമാണ് പതിറ്റാണ്ടുകളായുള്ള ആദിവാസി ജനവിഭാഗങ്ങളുടെ ആവശ്യത്തിന് തടസ്സം. 2016 മുതൽ ഇതിൽ നിരന്തര ഇടപെടൽ നടത്തുകയും ഇപ്പോഴത്തെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയും ചെയ്തു. നിവാസികളുടെയും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഭൂമി അളന്ന് തിരിച്ചു. 1.5 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലം തിട്ടപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംസ്ഥാനതല സമിതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അവിടെ വനം വകുപ്പ് എതിർപ്പറിയിച്ചു. ഇതിനിടയിൽ 1 എർത്ത് 1 ലൈൻ എന്ന സംഘടന ഭൂമി വിതരണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ നേടുകയും ചെയ്തു. സ്റ്റേ വെക്കേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ സർക്കാരും റവന്യൂ വകുപ്പും നടത്തുന്നത്. സ്റ്റേ ഒഴിവാക്കി കിട്ടിയാൽ ഒട്ടും വൈകാതെ പട്ടയ വിതരണത്തിനുള്ള നടപടിയും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ ഒളക്കര ഊരിലേക്കുള്ള റോഡ് പുനർനിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഇത് സംബന്ധിച്ച് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വഴി സർക്കാരിനെ അപേക്ഷ സമർപ്പിക്കുവാൻ ഒപ്പമുണ്ടായിരുന്ന വാർഡ് മെമ്പർ സുബൈദ അബൂബക്കറിനോട് മന്ത്രി നിർദ്ദേശിച്ചു. പ്രദേശത്തെ ജനങ്ങളുടെ വിവിധ വിഷയങ്ങൾ ഊരുമുപ്പത്തി മാധവി മന്ത്രിയെ ധരിപ്പിച്ചു. മുൻ പഞ്ചായത്ത് അംഗം അബൂബക്കർ, ട്രൈബൽ പ്രൊമോട്ടർ രതീഷ് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായി. മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാർ പെൻഷൻ അനുവദിക്കണമെന്ന് സീനിയർ ജേർണലിസ്റ്റ് ഫോറം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രൊവിഡന്റ് ഫണ്ട് മിനിമം പെൻഷൻ 7500 രൂപയായി വർദ്ധിപ്പിക്കുക, DA അനുവദിക്കുക, 2014 സെപ്റ്റംബർ 1 മുൻപ് വിരമിച്ചവർക്ക് ജോയിന്റ് ഓപ്ഷൻ ഇല്ലാതെ ഉയർന്ന പെൻഷൻ അപേക്ഷിക്കാൻ അവസരം നൽകുക, സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഫോറം ഉന്നയിച്ചു. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മുതിർന്ന പൗരന്മാരുടെ തീവണ്ടി യാത്രാ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, പത്രപ്രവർത്തക ക്ഷേമ പെൻഷൻ 15000 രൂപയാക്കുക, ആശ്രിത പെൻഷൻ നിലവിലുള്ള പെൻഷന്റെ പകുതിയായി വർദ്ധിപ്പിക്കുക, അവശ്യ പത്രപ്രവർത്തക പെൻഷൻ 5000 രൂപയാക്കുക, പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യുക. സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ 12ാം സംസ്ഥാന സമ്മേളനം നവംബർ 22, 23, 24 തീയതികളിൽ തൃശൂരിൽ നടത്തും. വാർത്താ സമ്മേളനത്തിൽ മേയർ MK വർഗീസ്, N ശ്രീകുമാർ, A മാധവൻ, KP വിജയകുമാർ, അലക്സാണ്ടർ സാം, ബാലകൃഷ്ണൻ കുന്നമ്പത്ത്, ജോയ് M മണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ വനഭൂമി പട്ടയ വിഷയത്തിൽ അനുമതി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ രാജൻ. കളക്ടറേറ്റിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
വനം, റവന്യൂ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് സംബന്ധിച്ച എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. പരിവേഷ പോർട്ടൽ വഴി കേന്ദ്രത്തിന് സമർപ്പിക്കുന്നത് സമയബന്ധിതമാക്കും. ഓരോ ജില്ലകളിലെയും അപേക്ഷകൾ ഒരുമിച്ച് മാത്രമേ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാവൂ എന്ന നിബന്ധന പുനഃപരിശോധിക്കുവാനുള്ള ഇടപെടൽ നടത്തും. ഡിസംബറിന് മുൻപേ ശേഷിക്കുന്ന 3542 അപേക്ഷകളും കേന്ദ്രാനുമതിക്ക് അയക്കുവാനുള്ള നടപടികൾ സമയക്രമം തയ്യാറാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 9366 അപേക്ഷകൾ ഇതിനകം റവന്യൂ വകുപ്പ് കേന്ദ്ര സർക്കാരിനെ പോർട്ടലിലൂടെ സമർപ്പിച്ചിരുന്നു. കേന്ദ്ര അനുമതി വേഗത്തിൽ ലഭ്യമാക്കുവാൻ ആവശ്യമെങ്കിൽ കേന്ദ്രമന്ത്രിയെ ഒരിക്കൽ കൂടി കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര അനുമതി ഉറപ്പാക്കിയ 261 അപേക്ഷകളിൽ പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കുവാൻ മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിലെ വനഭൂമിയിൽ താമസിക്കുന്നവരുടെ പട്ടയ വിഷയം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 7 സംസ്ഥാന റവന്യൂ വനം വകുപ്പ് മന്ത്രിമാർ കേന്ദ്ര വനം മന്ത്രിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് പുതിയ സംയുക്ത പരിശോധനയ്ക്കും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും തീരുമാനമായത്. ഈ നടപടികൾക്ക് ശേഷം കേന്ദ്രാനുമതി ലഭിച്ച അപേക്ഷകളിൽ ഇനിയും രേഖകൾ സമർപ്പിച്ച് പട്ടയം സ്വീകരിക്കാത്തവർ ഉണ്ട്. ഇവരെ കണ്ടെത്തുന്നതിന് 4 അദാലത്തുകൾ നടത്തുകയും തിരച്ചിൽ തുടരുകയുമാണ്. ഇക്കാര്യത്തിൽ വിപുലമായ ഒരു അദാലത്ത് കൂടി ഡിസംബറിൽ നടത്തുവാനും യോഗത്തിൽ റവന്യൂ മന്ത്രി നിർദ്ദേശിച്ചു. MLA-മാരുടെ പട്ടയ ഡാഷ്ബോർഡ് വിഷയങ്ങളും വിവിധ സ്ഥാപനങ്ങളുടെ ഭൂമി സംബന്ധമായ അപേക്ഷകളുടെ പുരോഗതിയും യോഗത്തിൽ പരിശോധിച്ചു. ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, റവന്യൂ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ജെ മധു, ADMT മുരളി, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ഡെപ്യൂട്ടി കളക്ടർ MS ജ്യോതി, സ്പെഷ്യൽ തഹസിൽദാർ CS രാജേഷ്, ഭൂരേഖ തഹസിൽദാർ നിഷ M ദാസ്, വനംഭൂമി തഹസിൽദാർ നാരായണൻകുട്ടി, തൃശൂർ താലൂക്ക് തഹസിൽദാർ TV ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജന്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ തൃശൂർ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നവംബർ 21 രാവിലെ 10 മണിക്ക് ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. K. രാധാകൃഷ്ണൻ MP ധർണ ഉദ്ഘാടനം ചെയ്യും. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, MK മോഹനൻ, C. ചന്ദ്രൻ, VA ബാലു, ദീപക് വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിക്കും. ഇതിന്റെ മുന്നോടിയായി ഫെബ്രുവരി 11 പാർലമെന്റ് മാർച്ചും 1 കോടി ഒപ്പുശേഖരണവും MP-മാർക്ക് നിവേദനവും കൊടുക്കുന്നതിന് തീരുമാനിച്ചു. വാർത്താസമ്മേളനത്തിൽ C. ചന്ദ്രൻ, V. പ്രഭാകരൻ, TS ഷൈനിൽ, CG മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തൃശൂരിൽ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. 5 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. രാമവർമ്മപുരം ബേലീഫ് ഈസ്റ്റ് ഫോർട്ടിലെ നവ്യ റെസ്റ്റോറന്റ്, കൊക്കാലയിലെ നാഷണൽ സ്റ്റോർ, പൂങ്കുന്നത്തെ അറേബ്യൻ ട്രീറ്റ്, വെസ്റ്റ് ഫോർട്ടിലെ കിൻസ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. 4 സ്ക്വാഡുകളായി തിരിഞ്ഞ് 34 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. കാരണം ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. അത് കോർപ്പറേഷൻ്റെ പരിധിയിൽ ആ ഒരു വിഷയത്തിനകത്ത് എത്ര വലിയ കൊമ്പൻ ഹോട്ടലായാലും കുഴപ്പമില്ല, ഒരു വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്യില്ല. കാരണം മനുഷ്യനെന്ന് പറയുന്ന ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടില്ല. കാരണം അവർക്ക് കൊടുക്കുന്നത് ഹൈജീൻ ഉള്ള ഭക്ഷണം കൊടുക്കാൻ നിർബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഞങ്ങളിപ്പോൾ പുതിയൊരു ഒരു സ്കീം ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാ ഹോട്ടലുകൾക്കും അടിയന്തരമായിട്ട് അവരുടെ ടോയ്ലറ്റ് സംവിധാനം, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നതെല്ലാം നമ്മൾ തിരിച്ചറിയും. എല്ലാ ഹോട്ടലുകളുടെ മുന്നിലും ഇതുപോലെ തന്നെ വേസ്റ്റ് ഇടുന്നതിനുള്ള ബിൽ നിർബന്ധമായിട്ട് വെപ്പിക്കും. കാരണം ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. കാരണം വളരെ മോശമായിട്ടുള്ള രീതിയിൽ തൃശ്ശൂരിനെ വിടാൻ നമുക്ക് തയ്യാറില്ല. പല കംപ്ലൈൻറ്റുകളും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. കാരണം പല ഹോട്ടലുകളെ കുറിച്ച് വരുന്നുണ്ടെങ്കിലും ഇന്നാണ് എനിക്കത് മനസ്സിലായത്. ഇപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ള ഹോട്ടലുകൾ നമുക്കറിയാം. ഒന്ന് ബേലീഫ് രാമവർമ്മപുരം, നവ്യ റെസ്റ്റോറൻറ്റ് നിയർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ, നാഷണൽ സ്റ്റോർ കൊക്കാലെ, അതുപോലെ തന്നെ അറേബ്യൻ ട്രീറ്റ് പൂങ്കുന്നം, കിങ്സ് ഹോട്ടൽ റെസ്പോർട്സ്. ഈ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം നിർബന്ധമായിട്ടും ഇതിപ്പോൾ ഇതുപോലെ പഴകിയ ഭക്ഷണമാണ് കൂടെ പിടിച്ചെടുത്ത് വന്നിരിക്കുന്നത്. വെറുതെ ഹോട്ടലിൽ ഭക്ഷണം കൊടുക്കുക, അതിൻ്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിപാടിക്കും കോർപ്പറേഷൻ കൂട്ടുനിൽക്കില്ല. ഒന്നടങ്കം നമ്മൾ ഈ പ്രവൃത്തിയുമായി ഇനി ഒരു വിട്ടുവീഴ്ചയില്ലാതെ ആഴ്ചയിൽ 2 ദിവസം HS വളരെ സ്മാർട്ടായിട്ടുള്ള പുതിയ HS വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രശ്നം നമ്മൾ മുന്നോട്ട് കൊണ്ട് തന്നെ പോകും. അതിനുള്ള ഒരു പദവിയിലേക്കുള്ളൊരു കുതിപ്പിലാണ് ഉദ്ദേശം. 2025 ജനുവരിയോടുകൂടി ആ പദവിയിലേക്ക് ഈ നഗരം
സമ്മാനിതമാകും. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇവിടുത്തെ ഹോട്ടലുകൾ, അതുപോലെ ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ്, അതുപോലെ വഴിയോര കച്ചവടക്കാർ, അനുവാദമില്ലാതെ നടത്തുന്ന വഴിവാണിഭക്തർ, അതുപോലെ പ്ലാസ്റ്റിക് നിരോധനം, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഓണറബിൾ മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ആഴ്ചയിൽ 2 ദിവസത്തുള്ള പരിശോധന, അതുപോലെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ ഇതെല്ലാം ഈ ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട നിർദ്ദേശം ഓണറബിൾ മേയറുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് തുടർന്നും പ്രവർത്തിക്കുന്നതാണ്. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ഫാമിലി ക്ലബ് LF കോളേജിൽ വെച്ച് 3000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന മെഗാ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7 കാറ്റഗറികളിലായി നടത്തുന്ന മത്സരത്തിൽ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മത്സരം ഉണ്ടായിരിക്കും. നവംബർ 23-ന് 10 മണി മുതൽ 12 മണി വരെയാണ് സമയം. 9 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. നന്നായി വരയ്ക്കുന്ന 300 കുട്ടികൾക്ക് സമ്മാനം ജനുവരിയിൽ നടത്തുന്ന ചടങ്ങിൽ സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ P. മുരളീധരൻ, ഗിരീഷ് ഗിവർ, KP ഷൈജു, PD വാസുദേവൻ, ബാബു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പുസ്തക പ്രസാധനം അടി തല പോലെ മാറുന്നത് അപകടമെന്ന് വൈശാഖൻ. സാഹിത്യകാരൻ ശങ്കരപ്പണിക്കർ തുളസിദാസ് എഴുതിയ മലയാള നോവൽ, കഥ, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന 31 പുസ്തകങ്ങളുടെ പ്രകാശനം തൃശൂരിൽ നടന്നു. തൃശൂർ പ്രസ് ക്ലബ് MR നായർ ഹാളിൽ തൃശൂർ സാംസ്കാരിക അക്കാദമി സംഘടിപ്പിച്ച സാഹിത്യ സദസ്സിലായിരുന്നു പ്രകാശനം. സാഹിത്യകാരൻ വൈശാഖൻ ആദ്യ പുസ്തക പ്രകാശനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതത്തിന്റെ അർത്ഥതലങ്ങളുടെ ആഴമുള്ള രചനകളാണ് ഉണ്ടാകേണ്ടതെന്ന് വൈശാഖൻ അഭിപ്രായപ്പെട്ടു. പഴയ അടി തട സിനിമ പോലെ പുസ്തക പ്രസാധനം മാറുന്നത് അപകടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാംസ്കാരിക അക്കാദമി പ്രസിഡന്റ് അഡ്വക്കേറ്റ് AD ബെന്നി അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് VR സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മോഹൻദാസ് പാറപ്പുറത്ത്, രാജൻ എലവത്തൂർ, ശങ്കരപ്പണിക്കർ, തുളസിദാസ്, TS രവീന്ദ്രൻ, KG ജയപ്രകാശ്,
മാധവിക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. 31 പുസ്തകങ്ങൾ 31 സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരാണ് പ്രകാശിപ്പിച്ചത്. തുളസിദാസ് രചിച്ച കേരള ഗാനത്തിന്റെ അവതരണവും ഉണ്ടായി. അങ്ങനെ ഭയങ്കര പ്രശസ്തിയിലേക്ക് എത്താൻ ശ്രമിച്ച ഒരു പക്കാ കച്ചവടക്കാരന്റെ പുസ്തക സ്ഥാപനമുണ്ട് കേരളത്തിൽ. ആ കച്ചവടക്കാരന്റെ പകർപ്പ് നമുക്ക് എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് വായിച്ചാൽ ലോകത്തിലെങ്ങില്ലാത്ത എഗ്രിമെന്റ് ആണ്. അതായത് നിങ്ങളുടെ ഈ പുസ്തകങ്ങൾ അച്ചടിച്ച് തീരുമ്പോൾ അത് വിറ്റ് മുഴുവൻ കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കാതെ അടുത്ത പതി പഠിക്കാമെന്നാണ്. 34ാമത് സംസ്ഥാന സബ് ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂർ ജില്ലാ ടീം ജേതാക്കളായി. ഇടുക്കി പീരുമേട് മിനി സ്റ്റേഡിയത്തിൽ നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിലാണ് കോഴിക്കോട് ടീം നേടിയ 17 പോയിന്റിനെതിരെ 41 പോയിന്റ് നേടി തൃശൂർ ജില്ലാ ടീം ചാമ്പ്യന്മാരായത്. ചാമ്പ്യൻഷിപ്പിന്റെ ജില്ലാതല മത്സരം മൂർക്കനിക്കര സ്കൂളിലാണ് സംഘടിപ്പിച്ചത്. ഇവിടെ നിന്നും തിരഞ്ഞെടുത്ത ടീമാണ് സംസ്ഥാന തലത്തിൽ മത്സരിച്ച് വിജയം കരസ്ഥമാക്കിയത്. രഞ്ജിത്ത് രാജനാണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ. ടീം മാനേജർ ബിജിന, ജില്ലാ കബഡി അസോസിയേഷൻ ഭാരവാഹികളായ സലീഷ്, പ്രസാദ്, അമൽ PS, രഞ്ജിത്ത്, മുകേഷ് എന്നിവരും ടീം അംഗങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകി. ആക്സിന്റെ 1 വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് 22-ന് തുടക്കം. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോഡ് അപകടങ്ങളിലും അത്യാഹിതങ്ങളിലും 24 മണിക്കൂറും സൗജന്യ ആംബുലൻസ് സേവനം നടത്തുന്ന ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസിന്റെ 1 വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്കും റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിനും 22-ന് തുടക്കമിടും. കുരിയച്ചിറ സെന്റ് പോൾസ് CEHSS ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30-ന് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ആക്സ് വർക്കിംഗ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഇൻചാർജുമായ ബഹുമാനപ്പെട്ട മേയർ MK വർഗീസ് അധ്യക്ഷത വഹിക്കും. ആക്സ് ഓണറ്റി പ്രസിഡന്റ് ഫാദർ ഡേവിസ് ചിറമൽ ആമുഖ പ്രഭാഷണം നടത്തും. ആക്ട് സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. P ബാലചന്ദ്രൻ MLA, സനീഷ് കുമാർ ജോസഫ് MLA, CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത്, തൃശൂർ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദ് ചീഫ് ഇമാം PK ഇബ്രാഹിം ഫലാഹി, പോട്ടോർ ശക്തിബോധി ഗുരുകുലം ട്രസ്റ്റ് ചെയർമാൻ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, കോർപ്പറേഷൻ കൗൺസിലർ ആൻസി ജേക്കബ് പുലിക്കോട്ടിൽ, കുരിയച്ചിറ സെന്റ് പോൾസ് CEHSS പ്രിൻസിപ്പൽ സിസ്റ്റർ സാന്നിധ്യ CMC തുടങ്ങിയവർ ആശംസകൾ നേരും. ആക്സ് പ്രസിഡന്റും ജില്ലാ കളക്ടറുമായ അർജുൻ പാണ്ഡ്യൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് TA അബൂബക്കർ നന്ദിയും പറയും. നിഷ്കാമ കർമ്മ എന്ന ലക്ഷ്യത്തിൽ 2000 മെയ് 8-ന് തുടക്കമിട്ട ആക്സിന് ജില്ലയിൽ 17 ബ്രാഞ്ചും 20 ആംബുലൻസുകളും 200-ൽ പരം യൂണിറ്റുകളുമായി 1 ലക്ഷത്തിലധികം രക്ഷാപ്രവർത്തനവുമായി ആക്സ് തൃശൂരിന്റെ അഭിമാനമായി നിൽക്കുന്നു. ആക്സിന്റെ സിൽവർ ജൂബിലി ലോഗോ പ്രകാശനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ വെച്ച് നിർവഹിച്ചിരുന്നു. വാർത്താ സമ്മേളനത്തിൽ മേയർ MK വർഗീസ്, TA അബൂബക്കർ, ലൈജു സെബാസ്റ്റ്യൻ, CR വത്സൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൺട്രോൾ ഡിഫൻസ് അക്കൗണ്ട്സ് ഡിഫൻസ് പെൻഷൻകാർക്ക് ആയി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ സ്പർശിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന യോഗത്തിൽ 500-ലധികം വിമുക്ത ഭടന്മാരും പ്രതിരോധ സിവിലിയന്മാരും പങ്കെടുത്തു. ആർമി, എയർഫോഴ്സ്, ഡിഫൻസ് സിവിലിയൻസ് എന്നിവരുടെ പെൻഷൻ അനുമതിയും വിതരണ ആവശ്യകതകളും പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിറവേറ്റുന്നതിനാണ് ഡിഫൻസ് അക്കൗണ്ട്സ് വകുപ്പ് സ്പെർസ് നടപ്പിലാക്കുന്നത്. മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ പരാതികൾ പരിഹരിക്കുകയും യോഗ്യരായ ഡിഫൻസ് പെൻഷൻകാർക്ക് ഏകദേശം 30 ലക്ഷം രൂപയുടെ ചെക്കുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള സ്റ്റോളുകൾ, സ്പർശുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, ആധാർ പൊരുത്തക്കേടുകൾ, മറ്റ് പെൻഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനുള്ള സ്റ്റോളുകളും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഡിഫൻസ് അക്കൗണ്ട്സ് ഡെപ്യൂട്ടി കൺട്രോളർ ആനന്ദ് അച്യുതൻകുട്ടി, ഡിഫൻസ് അക്കൗണ്ട്സ് ഓഫീസർ ബിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എവിടെയും എത്താതെ നിൽക്കുന്ന ഇന്ത്യയുടെ തന്നെ ഉന്നതിയിലുള്ള അറിയപ്പെടുന്ന അറിയേണ്ടതായ ഡിഫൻസ് പെൻഷൻസ് നമുക്കറിയാം. ഞാനും നിങ്ങളെ പറഞ്ഞ 1985-ൽ പെൻഷൻ, ഞാൻ പെൻഷൻ വരുമ്പോൾ അന്നത്തെ പെൻഷൻ 236 രൂപ.
ആ 236 രൂപ വീട്ടിലേക്ക് അയക്കുക എന്നുള്ള സബ്ജക്റ്റിൽ നോക്കുന്നത്. ഇന്ന് നമുക്കറിയാം അതിൽ നിന്ന് വലിയ മാറ്റമുണ്ട്. തൃശൂർ ആസ്ഥാനമായി 1985 മുതൽ പ്രവർത്തിക്കുന്ന കേരള സംസ്കൃത അക്കാദമി സംസ്കൃതത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലികളെ എല്ലാ വർഷവും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു വരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. 2023-24 സംസ്കൃത പ്രണയഭാജനം PT കുര്യാക്കു മാസ്റ്റർ എൻഡോമെന്റ് പുരസ്കാരത്തിന് പ്രൊഫസർ ഒ വത്സലയെയും സംസ്കൃതി പുരസ്കാരത്തിന് പ്രൊഫസർ PV രാമൻകുട്ടിയെയും ന്യായഭൂഷണം P രാമൻ നമ്പ്യാർ സ്മാരക രാമപ്രഭ പുരസ്കാരത്തിന് പ്രസിദ്ധ സംസ്കൃത നാടക സംവിധായകനായ പ്രൊഫസർ MK സുരേഷ് ബാബുവിനെയും KT നാരായണൻ നമ്പൂതിരി സ്മാരക ശാസ്ത്ര പ്രതിഭാ പുരസ്കാരത്തിന് പ്രൊഫസർ KV വാസുദേവനെയും തെരഞ്ഞെടുത്ത വിവരം ആദരവോടെ അറിയിക്കുന്നു. 2024 നവംബർ 30 രാവിലെ 10 മണിക്ക് പുറനാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രീയ സംസ്കൃത സർവകലാശാലയുടെ ഗുരുവായൂർ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന പുരസ്കാര സമർപ്പണ ദിനാഘോഷം കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഉദ്ഘാടനം ചെയ്ത് അവാർഡുകൾ വിതരണം ചെയ്യുന്നതുമാണ്. സാഹിത്യ നിരൂപകനും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ സംസ്കൃത പ്രണയഭാജനം PT കുര്യാക്കു മാസ്റ്റർ സ്മാരക പ്രഭാഷണം നിർവഹിക്കുന്നതാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ പ്രൊഫസർ വൈസ് ചാൻസലറായ പ്രൊഫസർ മുത്തുലക്ഷ്മി PT കുര്യാക്കു മാസ്റ്റർ അനുസ്മരണം നടത്തുന്നതാണ്. പ്രസ്തുത യോഗത്തിൽ അക്കാദമി ചെയർമാൻ പ്രൊഫസർ KT മാധവൻ അധ്യക്ഷത വഹിക്കും. ഗുരുവായൂർ ദേവസ്വം ചെയർമാനായ അക്കാദമി സെക്രട്ടറി ഡോക്ടർ VK വിജയൻ പ്രശസ്തി പത്രം വായിച്ച് സമർപ്പിക്കും. ഗുരുവായൂർ കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ K ഷൈൻ സ്വാഗതം പറയുന്നതും അക്കാദമി ഗവേഷണ പത്രിക എഡിറ്റർ പ്രൊഫസർ KA രവീന്ദ്രൻ നന്ദി പ്രകാശിപ്പിക്കുന്നതുമാണ്. സെക്രട്ടറി ഡോക്ടർ VK വിജയൻ, ചെയർമാൻ ഡോക്ടർ KT മാധവൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവിയുടെ അധ്യക്ഷതയിൽ തൃശൂർ ടൗൺ ഹാളിൽ നടത്തിയ അദാലത്തിൽ 70 പരാതികൾ പരിഗണിച്ചു. 28 പരാതികൾ തീർപ്പാക്കി. 38 പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. 4 പരാതികളിൽ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പുതുതായി 3 പരാതികൾ സ്വീകരിച്ചു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, അഡ്വക്കേറ്റ് സജിത, അഡ്വക്കേറ്റ് ബിന്ദു മേനോൻ, കൗൺസിലർ മാല രമണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തിരിച്ചെത്താം ഒരു വേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള കോഴ്സുകളുടെ ഭാഗമായി ഇന്റേൺഷിപ്പ് ലഭിക്കുന്നതാണെന്ന് ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ അറിയിച്ചു. ഫോൺ 83-92-6081 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തൃശൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം കരട് വിജ്ഞാപനമായി. തൃശൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം ഇറങ്ങി. കരട് വിജ്ഞാപനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമകേന്ദ്രങ്ങൾ, വില്ലേജ് ഓഫീസുകൾ, വായനശാലകൾ, അക്ഷയ കേന്ദ്രങ്ങൾ, റേഷൻ കടകൾ, വാർത്താ ബോർഡുകൾ എന്നിവിടങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജില്ലാ കളക്ടറേറ്റിലും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലും വെബ്സൈറ്റിലും പരിശോധനയ്ക്കായി ലഭ്യമാണ്. വാർഡുകളുടെ അതിർത്തികളും ജനസംഖ്യാ ഭൂപടവുമാണ് കരട് വിജ്ഞാപനത്തോടൊപ്പമുള്ളത്.
ഡിസംബർ 3 വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച അപേക്ഷകളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. ഡീലിമിറ്റേഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്റ്റേർഡ് തപാലിലോ അപേക്ഷകൾ നൽകാം. അപേക്ഷകൾക്കൊപ്പം ഏതെങ്കിലും രേഖകൾ ഹാജരാക്കുന്നുണ്ടെങ്കിൽ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും നൽകണം. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിലാസം: സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ, കോർപ്പറേഷൻ ബിൽഡിംഗ്, 4ാം നില, വികാസ് ഭവൻ PO, തിരുവനന്തപുരം 695033. തൃശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ലാബ് അറ്റൻഡർ, ഫാർമസി അറ്റൻഡർ എന്നീ തസ്തികകളിൽ HMCയിൽ നിന്നും ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ലാബ് അറ്റൻഡർ തസ്തികയ്ക്കുള്ള യോഗ്യത 10ാം ക്ലാസ് ജയിച്ചിരിക്കണം. ലാബിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഫാർമസി അറ്റൻഡർ തസ്തികയ്ക്കുള്ള യോഗ്യത 10ാം ക്ലാസ് ജയിച്ചിരിക്കണം. ഹോമിയോ ഫാർമസി കൈകാര്യം ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. 2 തസ്തികകൾക്കും പ്രായപരിധി 40 വയസ്സ്. ലാബ് അറ്റൻഡർ തസ്തികയ്ക്കുള്ള ഇന്റർവ്യൂ ഡിസംബർ 5 രാവിലെ 10 ഫാർമസി അറ്റൻഡർ തസ്തികയ്ക്കുള്ള ഇന്റർവ്യൂ ഡിസംബർ 7 രാവിലെ 10 നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും ആവശ്യമായ രേഖകളും പകർപ്പും സഹിതം തൃശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ എത്തിച്ചേരണം. ഫോൺ 0487 23 89 065 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചുവന്ന മണ്ണ് ചൂലിപ്പാടം കുറുമ്പത്ത് വീട്ടിൽ അപ്പുമകൻ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ മകന്റെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. സംസ്കാരം തിരുവനന്തപുരം തൈക്കാട്ട് ശാന്തി കവാടത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കും. ഭാര്യ ഓമന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ സെന്റർ റോഡ് വികസനം, പാല നിർമ്മാണം എന്നിവയുടെ സംഘാടക സമിതി യോഗം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്തിലെ കല്യാണ മണ്ഡപം അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ യോഗം സംഘടിപ്പിച്ചു. തൃശൂരിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. ആക്സിന്റെ 1 വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് 22 ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.